മലപ്പുറത്ത് ഒരാൾ പൊട്ടി രണ്ടാൾ മരിച്ചു. ഒരാൾ പൊട്ടി രണ്ടാൾ മരിച്ചോ? ഓഹോ, ഉരുൾ പൊട്ടി രണ്ടാൾ മരിച്ചു. ശവം കരിക്കെടുത്തു തിരിച്ചറിഞ്ഞേ. ശവം കരിക്കെടുത്തു തിരിച്ചറിഞ്ഞോ? ശവമൊക്കെ കരിക്കെടുക്കാൻ നടക്കുകയാണോ? അല്ല, ശവം കരക്കെടുത്തു തിരിച്ചറിഞ്ഞു. എന്നതൊക്കെ ഞാൻ വായിക്കണം. മതിയായ രേഖകളില്ലാത്തതിന് ദുബായിൽ 150 പേരെ ജയിലിലാക്കി. യോ, നേരത്തെ ഇങ്ങ് പോകുന്ന നന്നായി, അല്ലെങ്കിൽ ജയിലിൽ കിടക്കായിരുന്നു. ഞാൻ അവളെ കണ്ടിട്ടാ വരുന്നേ. എവളെ അറിയില്ലല്ലേ? എന്നെ മണ്ടിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ. അതിനാക്കാനം തിരിക്കുന്നു, നീ മണ്ടിയാണല്ലോ. എടി പൊന്നമ്മ, നീ കാളെ പറ്റുന്നു പറഞ്ഞ് കയറെടുക്കല്ലേ? ഞാൻ കയറെടുക്കും, പക്ഷെ അത് കാളെ കെട്ടാനല്ല, കഴുത്തി കെട്ടി തൂങ്ങിച്ചവൻ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവള്. അങ്ങനെ പോവാൻ വരട്ടെ, ഞാൻ പറഞ്ഞു തീർന്നില്ല. എന്റെ പൊന്നമ്മ, എനിക്ക് സ്വല്പം സ്വസ്ഥത തീതാ. സ്വസ്ഥത ആണുങ്ങൾക്ക് മാത്രം മതിയല്ലോ. എല്ലാം കണ്ടാലും ആണുങ്ങളെ സ്വസ്ഥമായി വിട്ടിട്ട് പെണ്ണുങ്ങൾ മിണ്ടാതിരുന്നോണം. നടക്കില്ല. ഈ പൊന്നമ്മയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല. അവൾ ആരാ, എവിടുത്തെ കാര്യ, അതൊക്കെ എനിക്കറിയണം. രണ്ടുപേരും ചേർന്നുള്ള ഒരു നാടകം കളിയല്ലേ ഇത്? നാടകം? എന്ത് നാടകം? അറിയില്ലല്ലേ? ഞാൻ വീണ്ടും പറയാ, എന്നെ മണ്ടിയാക്കാന്ന് വിചാരിക്കരുത്. ശരി, എന്നാ കേട്ടോ, ആ പെൺകുട്ടിയെ എനിക്കറിയാം. എന്തോന്ന്? ആ കുട്ടിയെ എനിക്കറിയാം. എന്റെ അറിവോടുകൂടിയാണ് അവളിവിടെ വന്നത്. അപ്പൊ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? എല്ലാം നീ തന്നെയല്ലേ തീരുമാനിക്കണേ? ഈശ്വരാ, എന്തൊരു ചതിയാ എന്നോട് കാണിച്ചത്. ചതി? നിക്കവിടെ, ഞാൻ ചോദിക്കട്ടെ, എനിക്കെല്ലാം അറിയണം. നീ ഒന്നും അറിയണ്ട, എനിക്ക് എന്റെ പ്രഭാവതിയെ കാണണം. പ്രഭാവതി, 4ാം ക്ലാസ്സിൽ പഠിച്ച സഹപാഠി ഇതാ വരുന്നടി. ജീവിതത്തിൽ ഇതുവരെ ഒരു പെണ്ണുറുമ്പിനെ പോലും നോക്കിയിട്ടില്ലാത്ത എന്നെ എവിടെ നിന്നോ വന്ന ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് പൊന്നമ്മ എന്നെ കുറ്റപ്പെടുത്തി, വഴക്കു പറഞ്ഞു. പള്ളിക്കൂടത്തിൽ വെച്ച് അവൾ പണ്ട് സ്നേഹിച്ചിരുന്നത് എന്നെ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണെന്ന് പറയണമായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് തെറിവിളി കേൾക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു തെറ്റ് ചെയ്തിട്ട് തെറിവിളി കേൾക്കുന്നത്. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കാവിലിത്ര തൊടുത്തിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി. എന്താടി, എനിക്കൊരു പാട്ട് പാടിക്കൂടെ? ഈ പാടിയ പാട്ടിന്റെ അർത്ഥമൊക്കെ എനിക്കറിയാം. എന്തർത്ഥം? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളാന്ന്. എടി, ആരാണെന്ന് തെളിച്ചു പറയടി. എന്റെ വായി തന്നെ കേൾക്കണം. ആ പ്രഭാവതി അല്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും? അതേടി, ആ പ്രഭാവതി തന്നെയാണ് എന്റെ മനസ്സിൽ. ഇപ്പോൾ അവൾ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. നീ പോയി ഒരു കേസ് കൊടുക്ക്. വിവാഹമോചനം നടത്തിയ പിന്നെ എല്ലാം എളുപ്പമായല്ലോ. നാളെ നേരം വെളുക്കട്ടെ, എല്ലാത്തിനും ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം. നാളെ നേരം വെളുക്കട്ടെ, ഞാനും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടടി. അങ്ങനെ ചെയ്യാറില്ല, കുറെ നാളായി സാധിക്കുന്നു. നീ ഇതെവിടെയാണ് വാലിലെ തീ പിടിച്ചാണ് ഓടുന്നത്? എനിക്കെന്റെ പ്രഭാവതിയെ കാണണം. എന്തിന്? പ്രഭാവതി നീണ്ട വർഷത്തെ തെരച്ചിലിന് ശേഷം തന്റെ സ്കൂൾ സഹപാഠിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞ്. ഏത് സഹപാഠി? അത് ശരി, അപ്പൊ തങ്കപ്പ കാര്യമൊന്നും അറിഞ്ഞില്ലേ? രവിചന്ദ്രനാണ് ആ പ്രഭാവതിയുടെ ഫ്രണ്ട്. അല്ല അല്ല അല്ല, പ്രഭാവതിയുടെ ക്ലാസ്മേറ്റും കാമുകനും എല്ലാം ഈ ഞാനാണ് മണിയാ. ഈ വാർത്ത കോളനി മുഴുവൻ ഫ്ലാഷാക്കിക്കോ. തങ്കപ്പ, നിനക്ക് എന്താ പറ്റി? എടാ, അവരന്ന് വന്ന് കെഞ്ചി പറഞ്ഞതല്ലേ നീയാണ് അവരുടെ പഴയ സഹപാഠിയെന്ന്. വീട്ടിൽ സ്വൈര്യം തരാത്ത ഭാര്യയുണ്ടെങ്കിൽ ആരും ആരുടെയും സഹപാഠിയായി പോകും. എവിടെ പ്രഭാവതി? പ്രഭാവതി, 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 പ്രഭാവതി. ഒരിക്കൽ കൂടി എന്റെ ബാല്യകാല സഖിയുടെ പേര് പറഞ്ഞ അടിക്കില്ല, കവാലം വിളിക്കല. നിങ്ങൾ ആരാ അവളുടെ കെട്ടിയത്? പ്രഭാവതി എന്റെ കൂടെ പഠിച്ചവളാണ്. 4ാം ക്ലാസ് വെച്ച് 3 പ്രാവശ്യം ഞാൻ തോറ്റു കൊടുത്തത് അവൾക്ക് വേണ്ടി മാത്രമാണ്. ഒരുമിച്ചൊരു ബെഞ്ചിലിരുന്ന് പഠിക്കാനുള്ള മോഹം കൊണ്ട് മാത്രം. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങൾ ഒരുമിച്ച് ഒരു പള്ളിക്കൂടത്തിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. പക്ഷേ വിധി ടീസി തന്ന് ഞങ്ങളെ വഴി പിരിച്ചു കളഞ്ഞു. പിന്നെ നീണ്ട കുറേ വർഷത്തെ ഇടവേള. അവസാനം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയെന്ന് അറിഞ്ഞപ്പോ നിനക്ക് സഹിക്കുന്നില്ലല്ലേടാ?
എന്റെ സഹപാഠിയെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് സ്വന്തമാക്കാനാണ് തന്റെ പ്ലാനെങ്കിൽ വയസ്സായ ആളാണെന്ന് ഞാൻ കരുതൂല. ആർക്കാണടാ വയസ്സായത്? ഞാൻ മറന്നുപോയി. അങ്ങോട്ട് മാറിയിട്ട് തങ്കപ്പ, അങ്ങോട്ട് വിടട്ടെ. നേതാവേ, ഇത് മോശമാണ്, മഹാമോശം. മോശം? രണ്ട് സഹപാഠകന്മാരുടെ ഒരു സഹപാഠിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നട റോഡിൽ തല്ലുകൂടുന്നത് മഹാമോശമാണ്. നിങ്ങളുടെ വീട്ടുകാരെ എന്തോ വിചാരിക്കും? എന്ത് മോശം? എന്ത് വന്നാലും ഞാൻ എന്റെ സഹപാഠി ആർക്കും വിട്ടുകൊടുക്കൂല. തന്റെ സഹപാഠിയോ? പ്രഭാവതി എന്റെ മാത്രം സഹപാഠിയാണ്, എന്റെ മാത്രം സഹപാഠി. അയ്യോ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് തർക്കിക്കേണ്ട കാര്യമില്ല. ആരുടെ സഹപാഠിയാണെന്നും യഥാർത്ഥത്തിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ ആരുടേതാണെന്നും നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. കൂടെ പഠിച്ച പഴയ സഹപാഠിക്ക് വേണ്ടി രണ്ട് സതീർത്ഥ്യന്മാരിപ്പ റോഡിൽ തമ്മി തല്ലി ചത്തേനെ. പറയൂ പ്രഭാവതി, നീ എന്നെ കാണുന്നതിന് വേണ്ടിയല്ലേ ഈ കോളനിയിലേക്ക് വന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയിലെ ശിശു ഞാനല്ലേ? പറ പ്രഭാതി, സമ്മതിക്കരുത്. ഇതിന്റെ പേരിൽ എന്റെ ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ശരി, എനിക്കുറപ്പുണ്ട്. ഞാനല്ലേ പ്രഭാവതിയുടെ സഹപാഠി? 3ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയിൽ സ്ലേറ്റ് പെൻസിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കന്യാകുമാരിയിലെ മൂട്ടിലുണ്ടയുള്ള കടൽ പെൻസിൽ തന്നത് ഓർമ്മയില്ലേ പ്രഭാവതി? മൂട്ടിലുണ്ടയുള്ള കണ്ടോ? ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം നിനക്ക്? പ്രൂഫ്. നിങ്ങൾ ആ സ്കൂളിലെ പ്യൂണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ പ്രഭാവതി വിശ്വസിച്ചെന്ന് വരും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഒരു ശകപാടി നടക്കണേ, ശകപാടി. കമ്പ്യൂട്ടറിൽ കണ്ട മുഖം എന്റേത് തന്നെയല്ലേ പ്രഭാവതി? നിങ്ങൾ തമ്മിൽ തർക്കിച്ച് സമയം കളയണ്ട. യഥാർത്ഥത്തിലുള്ള സഹപാഠി ആരാണെന്ന് മിസ് പ്രഭാവതി പറയും. പറ 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 പറ. അയ്യോ, എവിടെ പോയി? എന്റെ സഹപാഠി ചങ്കു. അയ്യോ ചങ്കു. എന്റെ മായേ, ദേ ഇതിലെന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് തീർച്ച. ഇനി തങ്കപ്പൻ ചേട്ടനുമായിട്ട് ദേ എന്റെ ചേട്ടനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എന്റെ ചേട്ടനെ എനിക്കറിയാം. പേര് പോലെ തന്നെ ആള് തങ്കവാ, തനി തങ്കം. പിന്നെന്തിനാ പൊന്നമ്മ ചേച്ചി തങ്കപ്പൻ ചേട്ടനെ സംശയിച്ചത്? നമ്പരാ, വെറും നമ്പര്. ഭർത്താക്കന്മാരുടെ കടിഞ്ഞാണേ ഭാര്യമാരുടെ കയ്യിലാവണമെങ്കിൽ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം. അപ്പൊ എന്നെ പോലെ തന്നെയാ? എന്താ? ഞാനും അങ്ങനെ തന്നെയാ. ചേച്ചി പറ പറ. അപ്പോ പ്രഭാവതിയിൽ ചേച്ചിക്ക് സംശയം ഉണ്ടല്ലേ? പിന്നല്ലാതെ. പെട്ടെന്നൊരു ദിവസം കോളനി കയറി വരിക, ഇന്നാരും ഇന്നാരും ഒക്കെ കൂട്ടുകാരാണെന്ന് പറയാ, എല്ലാവരുമായിട്ട് പരിചയത്തിലാവുക. പരിചയക്കാരോ? അതെ, കോളനിയിലെ ഒട്ടുമുക്കാൽ പേരെയും ഇടിച്ചു കയറി അങ്ങ് പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പ ചേച്ചി ഇത് അത് തന്നെയാന്നാ തോന്നുന്നേ. എന്താ മയെ? സംഗതി അത് തന്നെ. ഏത് വട്ട് അല്ലാതെന്താ? അല്ല മായ, നിക്ക്, ഞാനും വരുന്നത്. അവിടെ നിൽക്കുവോ എത്ര നേരം? വട്ട തന്നെ തങ്കപ്പാ, തന്നെ വട്ട് തന്നെ. വെറും വട്ടല്ല, നല്ല ഹൈ ക്ലാസ് വട്ട്. ആ പെങ്കൊച്ചിനല്ല, നമുക്ക് ഈ കോളനിക്കാർക്ക്. എടാ, നമ്മളെയൊക്കെ അവള് വട്ട് കളിപ്പിക്കാന്ന് വെച്ചാ? നേരാടാ മണിയാ. ഇനി മറ്റൊരു സത്യം ഞാൻ നിന്നോട് പറയാം. 4ാം ക്ലാസ്സിൽ വെച്ച് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. സത്യം. ദൈവമേ, തങ്കപ്പ, നീ പാട്ട് പാടിയിട്ടുണ്ടെന്നാ? എന്റെ മുത്താരക്കുന്നേ, അത് കേൾക്കാനുള്ള ശക്തി ശത്രുക്കൾക്ക് പോലും കൊടുക്കരുതേ. നമ്മുടെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളാ, പ്രഭാവതി. നീ പറയുന്ന പോലെ അവളൊരു വട്ടുകേസാണെന്ന് എനിക്ക് തോന്നണില്ല. എടാ തങ്കപ്പ, നീ നോക്ക്. ഇപ്പോഴത്തെ ഒരാളിനെ കണ്ടുപിടിക്കാൻ അയാളുടെ 20 വർഷം മുമ്പുള്ള ഫോട്ടോയും കൊണ്ട് വരികയെന്ന് വെച്ചാ? എടാ, അതിൽ നിന്ന് എന്നെ ഊഹിച്ചൂടെ വട്ടിന്റെ ഗാഢത? അതിലൊക്കെ മറ്റെന്തോ സംശയങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അത് വട്ടല്ല മണിയാ. ഓ എടാ, വട്ട് തന്നെ. എടാ, നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ ഊഹിച്ചൂടെ വട്ട് എത്രമാത്രം അങ്ങ് മൂത്തന്ന്? ഒരു കാലത്ത് ഞാൻ എങ്ങനെ ഇരുന്ന ആളാണെന്ന് നിനക്കറിയാവോ? എങ്ങനെ? നല്ല ജിം ജിം ആയിട്ടിരുന്ന ആളാ. ആര് കണ്ടാലും എന്നെ ഒന്ന് നോക്കുമായിരുന്നു. അയ്യോ, അന്നല്ല ഇപ്പോഴും നോക്കും. ഇതാരുടെ എന്നുള്ള നോട്ടം. അതൊക്കെ പോട്ട്. തങ്കപ്പ, എന്റെ മനസ്സ് നിറയെ പ്രഭാവതിയാണ്.
അവൾ ഇവിടെ എവിടെയോ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സ്വന്തം വീട്ടിലിരിക്കൂല. ദൈവമേ, ഇപ്പൊ ഏത് വീട്ടിലാണോ എന്തോ. ചേച്ചി ഞാൻ പോട്ടെ. വീട്ടിലൊന്ന് കേറിയിട്ട് പോവാന്നേ. അയ്യോ വേണ്ട ചേച്ചി, വീട്ടിൽ പോയി കുറെ ജോലിയുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇങ്ങോട്ട് വന്നേ. ചേച്ചിയുടെ ഒരു കാര്യം. എന്തായാലും ഞാൻ എന്റെ തങ്കപ്പേട്ടനെ സംശയിച്ചല്ലോ. ഓ അതൊന്നും കുഴപ്പമില്ല ചേച്ചി, വാ. ഡോറ് തുറന്നിട്ടിരിക്കുകയാണല്ലോ. തങ്കപ്പേട്ടന് എത്താൻ വൈകുമെന്നാണല്ലോ പറഞ്ഞത്. ഹായ്, മീൻ വറക്കുന്ന മണം. ഇവിടുന്ന് ഇവിടുന്ന് തന്നെ. വാ. അല്ല, ഇതാരൊക്കെ വന്നിരിക്കുന്നേ? ആ, ഞാൻ മീൻ വാങ്ങിക്കൊണ്ട് വന്നു, അത് വറക്കാന്ന് വിചാരിച്ചു. ദേ, ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കി നോക്കി. ഇത് പട്ട് തന്നെയാ. ദേ, കഴിച്ചു നോക്ക്. വേണ്ട, ഞങ്ങൾക്ക് കഴിച്ചൂടാ. ആയുർവേദ മരുന്ന് കഴിക്കുക. പഥ്യമുണ്ട്, പഥ്യം. ഇപ്പ വരെ. അയ്യോ, പോയോ? എനിക്ക് തങ്കപ്പേട്ടനെ കാണണം. ആദ്യം ഈ ഫിഷ് ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്യ്. വേണ്ട, എന്നിട്ടൊരു അഭിപ്രായം പറ. കഴിക്ക്. 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 എങ്ങനെയുണ്ട്? കൊള്ളാം. എന്നാലും അത്ര പോരാ അല്ലേ? വളരെ നന്നായിട്ടുണ്ട് അല്ലേ? എങ്ങനെയാ അകത്ത് കയറിയത്? ഞാൻ വെറുതെ കഥകിന്റെ പിടിയെ തിരിച്ചു തുറന്നു കേറി. ഞാനൊരു കാര്യം ചോദിച്ച് ദേഷ്യം തോന്നുന്നു. ചോദിക്കാൻ പോകുന്ന എന്താന്ന് എനിക്ക് അറിയാം. എന്താ? എനിക്ക് വട്ടാണെന്നല്ലേ? സത്യം പറഞ്ഞ എന്റെ മായക്കുട്ടി, ഈ ലോകത്ത് ആർക്കാ ഇത്തിരി വട്ടില്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ, ദേ പൊന്നമ്മ ചേച്ചിക്ക് വട്ടില്ലേ? ഇല്ലേ? മായ്ക്കോ? പിന്നെ ഉണ്ട്, വട്ടുണ്ട്. ആര് പറഞ്ഞു? പേടി കൊണ്ട് പറഞ്ഞു പോയതാ. എന്തിനാ പേടിക്കുന്നേ? ഞാൻ ആരാണെന്ന് അറിയണം ഇപ്പൊ. അറിഞ്ഞ കൊള്ളായിരുന്നു. ഞാനൊരു സ്ത്രീ. പക്ഷെ പുരുഷന്റെ പ്രകൃതമല്ലേ? ഒന്നുമില്ല. പാട്ടെഴുത്തുകാരിയാണോ? എന്താ? അല്ല, ആ പഴയ പാട്ടുമായിട്ടാണല്ലോ വന്നത്, അതാ. നിങ്ങളുടെ സ്നേഹം, സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പാവം കൂട്ടുകാരി, അതാ ഞാൻ. എന്താ അത്ര അറിഞ്ഞാ പോരെ? മതി, തൃപ്തിയായി. മതി. ഒന്നുകിൽ ഒന്നാം തരം പട്ട്, അല്ലെങ്കിൽ ഏതോ അധോലോകക്കാരി, അതുമല്ലെങ്കിൽ നമ്മുടെ കോളനിയിലെ രഹസ്യങ്ങൾ അന്യ രാജ്യത്തിന് ചോർത്തി കൊടുക്കാൻ വന്ന ചാരി.
എവിടെ ചാരി? ഓ അയ്യോ അതല്ല, ചാരന്റെ സ്ത്രീലിംഗമാണ് ചാരി. ഓ എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അതെ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ആ. അവൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. വേണം, അത് വേണം. ആ നീ ഒരു കാര്യം ചെയ്യ്. ആ. നാളെ മുതൽ അവളെ നീ ഫോളോ ആ ചെയ്യും. അത് ശരി, ഞാൻ ഇത്തിരി ആരോഗ്യത്തോടു കൂടി ഇരിക്കണ കണ്ടിട്ട് നിനക്ക് തീരെ സൈക്കിൾ അല്ലടാ തങ്കപ്പ. തങ്കേട്ടൻ പറഞ്ഞത് ശരിയാ. നീ അവളെ ഒന്ന് പിന്തുടരാൻ നോക്ക്. എങ്ങോട്ട് പോകുന്നു, ആരെയൊക്കെ കാണുന്നു, എന്താ ഉദ്ദേശം, എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അവളെ കണ്ടുപിടിക്കുന്നെന്ന് അവൾ അറിഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ചുമ്മാരി അവിടെ ഛേ, നീ ഇങ്ങനെ പേടിച്ചാലോ മണിയാ? ഞാനല്ലേ നിന്റെ കൂടെ ഇരിക്കുന്നത്. ധീരന്മാർ ഒരിക്കലേ മരിക്കൂ, വീരിക്കൽ ജീവിതം മുഴുവൻ മരിക്കുകയാണെന്നുള്ള പഴഞ്ചൊല്ലി നീ കേട്ടിട്ടില്ലേ? കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കാന്നുള്ള പഴമഴിയും കൂടെ ഉണ്ട്. അത് തങ്കപ്പ കേട്ടിട്ടുണ്ട്. നോക്ക്, നമ്മുടെ കോളനിയിലെ പൊതുവായ ആവശ്യം ഇത്. ആണോ? ആളറിയാതിരിക്കാൻ വേണ്ടി നീ വേഷം മാറി പോയാ മതി. ഗൾഫിൽ എത്ര അറബികളെ ഞാൻ കരി തേക്കാതെ പിച്ചക്കാരനാക്കിയിട്ടുണ്ടെന്ന് അറിയാവാ. തങ്കപ്പ, ചട്ടിയിലെ കരി ദേഹത്ത് പറ്റിയ? ഇല്ല, നിന്റെ ദേഹത്തെ ചെളി ചട്ടിയിൽ പറ്റി കുളിക്കേവില്ല വൃത്തികെട്ടവൻ. എടാ തങ്കപ്പ, ആ. സ്കൂൾ യുവജനോത്സവത്തിലെ എന്ത് മോണോ ആക്ടിന് 4 വർഷം തുടർച്ചയായി എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഐറ്റമാണ് ഈ പിച്ചക്കാരൻ. നിനക്കറിയാവോ? ഫസ്റ്റ് പ്രൈസ് അല്ല, പിന്നെ ഫസ്റ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ നീ ഫസ്റ്റ് ക്ലാസ്സിന് എന്തോ പറയും? എന്താ പറയും? എന്താ പറയും? നീ എന്തുവാ? മണിയാ, തന്നെ. നീ സൂക്ഷിച്ചു വേണം അവളെ പിന്തുടരാൻ. തങ്കപ്പ, ഓത്തിനെ നില ഒഴിവാൻ നീ പഠിപ്പിക്കല്ലേ? ഇല്ല. കഴുത കരയാൻ നീ പഠിപ്പിക്കല്ലേ? ഇല്ല. നോക്ക്, നേരം പര ഇരുട്ടുന്നതിന് മുമ്പ് പ്രഭാവതിയുടെ ബയോഡാറ്റ വിത്ത് ആപ്ലിക്കേഷൻ ഫോം വിത്ത് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊണ്ടുതരും. കൊണ്ടുതരുമാ? എന്നാ കറുപ്പിച്ചോടി നോക്കി നിക്കല്ലേ. നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഏക്കവന്റെ മേത്ത് വൃത്തികേടാക്കുക. മതി തങ്കപ്പ, ഇതിൽ കൂടെ കറുത്ത നീഗ്രോ എന്ന് പറഞ്ഞ ആൾക്കാർ കാശ് തരത്തില്ല. ഒറിജിനൽ പിച്ചക്കാരൻ. എങ്ങനെ, അടിപൊളിയില്ലേ? അടിപൊളി. ബെന്നിനൊക്കെ അടിപൊളിയായിട്ട് കറുപ്പ്. ആണോ? നല്ല കറുപ്പ്, മൊത്തം കറുപ്പ്. ഇത് കറുപ്പാണ്. കറുത്തല്ലോ. നീ കണ്ണാടി കൂടി ഇനി നോക്ക്. എടാ വായി നോക്കി, കറുത്ത കണ്ണാടി വെച്ചിട്ട് വെളുത്തത് കറുപ്പാ. ഞാൻ മാറിയില്ല, ഞാൻ തേച്ചോളാം. എടാ മണിയാ, നിന്നെ കണ്ടു കഴിഞ്ഞാ ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പിച്ചക്കാര് വരെ കാണിച്ചു പോകും. സത്യം. എനിക്ക് അത് മതി. എന്നാ ഞാൻ വലത് കാലം വെച്ചങ്ങ് ഇറങ്ങിയാലേ. പിണ്ടം അല്ല പണ്ടം. ഓ പണ്ടം. അപ്പൊ കളക്ഷൻ ഞാൻ ഏതിലിടും? അതിന്റെ അകത്ത് മാത്രമുണ്ട്, അതിൽ കളക്ട് ചെയ്തോ. എല്ലാരും അങ്ങ് പ്രാർത്ഥിച്ചോണേ എനിക്ക് വേണ്ടി. അപ്പൊ ഐശ്വര്യമായിട്ട് വലത് കാലം വെച്ച് പോയിക്കോ. ഇതിലേതാണ് വലത് കാലം? ഇത് എന്നെ. ശരി, ഓക്കെ. ഇവൻ കലക്കും. ഈശ്വരാ, പൊന്നമ്മ ചേച്ചി കാണാതെ പിച്ചക്കാരനകത്ത് കയറിയോ? ഇവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ആ. അയ്യോ, എന്റെ അമ്മച്ചി! അടിക്കരുത്, 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 ഞാൻ പറയട്ടെ. അടിക്കരുത്, അടിക്കരുത്. പിച്ചക്കാരനല്ല, മണിയനാ. ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത എനിക്ക് ഇത് തന്നെ വേണം. അടിച്ച മണിയൻ വേഷം മാറിച്ചെന്ന് പ്രഭാവതിയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാ. ഈശ്വര, എന്നാലും അടിച്ച് പിരിത്തളഞ്ഞില്ലേ നിങ്ങൾ? ഓട്ട മണിയാ, അടികിട്ടി തുടങ്ങുന്നതെല്ലാം ശുഭമായിട്ടേ പര്യവസാനം. അതെ, ഈ സ്നേഹമുള്ളവര് നന്നാകാൻ വേണ്ടി തല്ലില്ലേ? പിന്നെ ഈ തല്ല് അതിനുള്ളത് കരുതിയാ മതി. ആ വടീഞ്ഞെടുത്താണ്. ഒരു വടിയുടെ കുറവുകൂടെ ഉണ്ടായിരുന്നു. ഇത് വെച്ചാണ് മര്യാദക്ക് തല്ലുന്നേ. ഒരു കാറ്റാടിക്കട എടുത്തോളാത്തത്. അപ്പൊ ഞാൻ ഇറങ്ങുകയാണ്. എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ. ആ താടകര അടുത്താണ് പോണത്. തിരിച്ചു വന്നായി. അപ്പൊ ഇവിടെ തന്നെ തുടങ്ങട്ടാ. അമ്മാ എന്തെങ്കിലും തരണേ. അവിടെ പുറത്തു പോയിട്ട് ഇവിടെ തുടങ്ങാം. അമ്മച്ചേ എന്തെങ്കിലും തരണേ.
അവിടെ നില്ലടാ, ഇനി വാടാ. എന്താടാ ഇത്? 1 രൂപ എന്താ തീരെ കുറഞ്ഞു പോയോ? അല്ല, 1 രൂപ ഞാൻ സമ്മതിച്ചു, അത് എന്റെ പാത്രത്തിലിട്ടു നീ. അതിന് താൻ പിച്ചക്കാരനല്ലേ? ആരുടെ എടിയാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഇതിനായിരുന്നു നിനക്ക് അവിടെ പിടിച്ചെള്ളിക്കൂടായിരുന്ന.